ഭാരതം ആതിഥേയത്വം വഹിച്ച ആഗോള AI ഉച്ചകോടിക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ ഷർട്ട് ഊരിയുള്ള പ്രതിഷേധത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക നേതാക്കൾക്ക് മുന്നിൽ ഷർട്ട് ഊരി കോൺഗ്രസ് ഇന്ത്യയെ നാണം കെടുത്തിയെന്ന് മോദി ആരോപിച്ചു. ഉച്ചകോടി അലങ്കോലപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്നും വൃത്തികെട്ട രാഷ്ട്രീയമാണ് അവർ കളിച്ചതെന്നും മോദി പറഞ്ഞു. മീററ്റിൽ റാപ്പിഡ് റെയിൽവേ കോറിഡോറും മെട്രോയും ഉദ്ഘാടനം ചെയ്യവെയാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. മോദിയോടും NDAയോടും വിരോധമാകാം, എന്നാൽ AI സമ്മേളനം രാജ്യത്തിന്റെ പരിപാടിയായിരുന്നുവെന്നും അതിൽ മര്യാദ കാണിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇത് BJPയുടെ പരിപാടിയായിരുന്നില്ലെന്ന് കോൺഗ്രസ് ഓർക്കണമായിരുന്നു. ഷർട്ട് ഊരാതെ തന്നെ കോൺഗ്രസ് നാണം കെട്ടിയിരിക്കുകയാണെന്നും മോദി പരിഹസിച്ചു. കോൺഗ്രസ് നടത്തിയ ഈ പാപം എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഏറ്റെടുക്കേണ്ട സാഹചര്യമില്ലെന്നും DMKയോ തൃണമൂലോ ഇത് ചെയ്തിട്ടില്ലെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരിക്കണമെങ്കിൽ ആദ്യം ജനങ്ങളെ മനസ്സിലാക്കണം. പ്രധാനമന്ത്രിയെ ആക്രമിക്കാൻ വനിതാ MPമാരെ പറഞ്ഞുവിടുന്നത് എന്ത് രീതിയാണെന്നും മോദി ചോദിച്ചു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കോൺഗ്രസ് നേതാക്കൾ അവിടെ ചെയ്തത് രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള പാർട്ടി എത്രത്തോളം ആദർശപരമായി പാപ്പരായെന്ന് കാണിക്കുന്നു. സ്വന്തം രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന തിരക്കിലാണ് കോൺഗ്രസ്. രാജ്യത്തിനുള്ളിലെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ത്യയുടെ വിജയം ദഹിക്കുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺഫറൻസിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. എന്നാൽ കോൺഗ്രസും അവരുടെ എക്കോസിസ്റ്റവും എന്താണ് ചെയ്തത്? ഇന്ത്യയുടെ ഒരു ആഗോളവേദിയെ കോൺഗ്രസ് അവരുടെ വൃത്തികെട്ട രാഷ്ട്രീയത്തിനുള്ള ഇടമാക്കി മാറ്റി. നിങ്ങൾ നേരത്തെ തന്നെ നഗ്നരാണ്, പിന്നെ എന്തിനാണ് വസ്ത്രം അഴിച്ചു മാറ്റേണ്ടി വന്നത് എന്നായിരുന്നു കോൺഗ്രസിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ പരിഹാസം. ഇന്ത്യയുടെ വിജയങ്ങൾ ദഹിക്കാത്ത ചില പാർട്ടികൾ സ്വന്തം രാജ്യത്തെ വിദേശികൾക്ക് മുന്നിൽ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് നേതാക്കൾ എന്നെ വെറുക്കുന്നു, അവർ എന്റെ ശവക്കുഴി തോണ്ടാൻ ആഗ്രഹിക്കുന്നു, എന്റെ അമ്മയെ അപമാനിക്കാൻ പോലും അവർ മടിക്കുന്നില്ല. ആഗോള AI സമ്മിറ്റ് BJPയുടെ പരിപാടിയല്ലെന്നും ആ സമയത്ത് ഒരു BJP നേതാവ് പോലും അവിടെ ഉണ്ടായിരുന്നില്ലെന്നും കോൺഗ്രസ് ഓർക്കണമായിരുന്നു. ഇതൊരു ദേശീയ പരിപാടിയായിരുന്നു. എന്നാൽ അന്ന് കോൺഗ്രസ് മര്യാദകൾ ലംഘിച്ചു. കോൺഗ്രസിന്റെ ഈ അഴിമതി നയം രാജ്യം മുഴുവൻ അപലപിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞു. വെള്ളിയാഴ്ച ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷർട്ട് ധരിക്കാതെ സമ്മിറ്റ് ഹാളിലേക്ക് അതിക്രമിച്ചു കയറുകയും അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ ഏർപ്പെട്ടതിനെതിരെ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി മോദിയുടെയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ചിത്രങ്ങളുള്ള ടീഷർട്ടുകൾ പ്രതിഷേധക്കാർ കൈവശം വച്ചിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും പ്രതിഷേധക്കാരെ തടയാൻ ശ്രമിച്ചപ്പോൾ അവർ വാക്കുതർക്കത്തിലേർപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി കൃഷ്ണ ഹരി, ബീഹാർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കുന്ദൻ യാദവ്, UP യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അജയ് കുമാർ, ദേശീയ കോർഡിനേറ്റർ നരസിംഹ യാദവ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇവരെ ശനിയാഴ്ച കോടതിയിൽ ഹാജരാക്കി 5 ദിവസത്തെ പോലീസ് റിമാൻഡിൽ വിട്ടു. പ്രധാനമന്ത്രിയുടെ കടുത്ത വിമർശനത്തിന് പിന്നാലെ BJP പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്കെതിരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചു.